നമ്മുടെ തലമുടി അല്ലെങ്കിൽ ഹെയർ ഈസ് ഓൾവേസ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്നാണ് പറയാറുള്ളത്. ഇന്ന് നമ്മുടെ ആരോഗ്യം പോഡ്കാസ്റ്റിൽ കൂടെ ഉള്ളത് ഡി ലാബ്സ് ഹെയർ റീജനറേഷൻ ക്ലിനിക്കിലെ ഡോക്ടർ നീരജാണ്. വെൽക്കം സർ. താങ്ക് യു. സർ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ MBBS കഴിഞ്ഞിട്ട് ആക്ച്വലി MRCP ആണ് പെർസ്യൂ ചെയ്തത്, ഇൻറ്റേർണൽ മെഡിസിനിൽ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു ഏകദേശം UK പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വിചാരിതമായി നമുക്ക് NFTC എന്ന് പറയുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അത് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതിൽ CEO ആയിട്ട് എനിക്ക് പോസ്റ്റ് കിട്ടി. അപ്പോൾ അന്ന് 1.5 വർഷം അതിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ ഇത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിനായിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ ആക്ച്വലി നമുക്ക് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഒട്ടുമിക്ക ടൈപ്പ് ഓഫ് ബാൽനെസ്സും എന്ന് മനസ്സിലായി. അത് ഡൽഹിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ എൻ്റെ അങ്കിള് ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ അങ്കിളിനോട് സംസാരിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു അതിന് അവിടെ പറയുന്ന പേര് റീജനറ ആക്റ്റീവ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അതായത് ബേസിക് പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് റീജനറേറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വിചാരിച്ചത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു എല്ലാവരും പൈസ ഉണ്ടാക്കി ലോൺ എടുത്തിട്ട് ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നതിന് പകരം കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു 20-25-30 വയസ്സുള്ള ആളുകൾക്ക് ഇപ്പോഴേ ഒന്ന് റീജനറേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു 10 വർഷമെങ്കിലും കഷണ്ടി ഒന്ന് വൈകിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് അവർക്ക് ഹെയർ റീഗ്രോ ആവും ചെയ്യും. നമ്മൾ ചെയ്യുന്ന നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക മിറാക്കുലസ് അങ്ങനത്തെ മാജിക് ട്രിക്കൊന്നുമല്ല. ആക്ച്വലി ഗ്രേഡ് 6ൻ്റെ ഉള്ളിലുള്ള കഷണ്ടി ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി നോർമൽ അഗെയിൻ. അത് നെറ്റിൻ്റെ 2 സൈഡ് ആണെങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ 3 കൊല്ലം മുന്നേ ഡി ലാപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഡി ലാപ്പിൽ ആകെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്ന് യൂണീക്കാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ വെച്ച് ഞാൻ യൂണീക്ക് ആയത് എന്താ വെച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല, സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് മാത്രം, വേറെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടില്ല. ഞാനത് സാറിനോട് ചോദിക്കാൻ വരുന്നത് എന്താണ് ഡി ലാബിന് ബാക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ കുറെ ക്ലിനിക്സ് കണ്ടിട്ട് നമുക്ക് അതെന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് റീജനറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പുറകിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. അതല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് സ്പെസിഫിക്കലി, അതായത് ഇപ്പോൾ എല്ലാ ക്ലിനിക്കിലും അവർ മീസോതെറപ്പി അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവർ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ സ്പെസിഫിക്കലി ഹെയർ ഗ്രോത്ത് ചെയ്യുന്നില്ല. അവർ ഹെയർ ഫോൾ തടയാനൊക്കെ അത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷണൽ ഹെയർ ഗ്രോത്തിന് സക്സസ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റീജനറേറ്റീവ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടും അതൊന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. പിന്നെ നമ്മൾ യൂഷ്വലി ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ കോസ്റ്റ് ലക്ഷങ്ങൾ കൊടുക്കണ്ട, ആകപ്പാടെ ഏറി വന്നാൽ ടോട്ടൽ എല്ലാം കൂടി ഒരു 20,000-നുള്ളിൽ തീരും. ഒരു സിറ്റിങ്ങിന് നമ്മൾ 8,500 പൊതുവെ വാങ്ങാറ്. യൂഷ്വൽ പ്രൈസ് 10 ആണെങ്കിലും നമ്മൾ 8,500 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു PRP GFC ഒക്കെ ചെയ്യേണ്ട അതിൻ്റെ ഒരു പൈസ ആവണുള്ളൂ. അത് മാത്രമല്ല നമ്മളെ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഒട്ടും ഇല്ലെങ്കിൽ 7-8 മാസമായിട്ടും റിസൾട്ട് ഇല്ല വയ്ക്കാം, നമ്മൾ ഏകദേശം 85% പൈസ റീഫണ്ട് ചെയ്യും. അത് നമ്മൾ പോളിസി ആയിട്ട് തന്നെ വെച്ചിട്ടാണ്. അതിൽ ഇപ്പോൾ ഒരു ക്ലിനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ റീഫണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കൂടി പോകേണ്ടി വരും. കാരണം ആളുകൾ പല രീതിയിൽ വന്നിട്ട് പൈസ പോകും. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ 3 കൊല്ലമായി ഇന്നേ വരെ അവിടെ വന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് വേറൊരു കച്ചറ അവിടെ നടക്കുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല, കൂടി വന്നില്ല ഓക്കെ അവിടെ പിരിച്ചു വിട്ടു. അങ്ങനെയാണ് നമ്മൾ. കാരണം എല്ലാവർക്കും വന്നുകൂടാനൊന്നുമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെൻസ് ആയ കുറച്ച് കാര്യങ്ങളുടെ ഒരു ഇപ്പോൾ 17,000 ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2,000 റുപ്പീസ് കുറച്ചിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 8,200 പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഈ 3.5 കൊല്ലം കൊണ്ട്. 8,200 ആക്ച്വൽ കണക്ക് അതിനൊക്കെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ എണ്ണാൻ തുടങ്ങിയത് 8,200 ആയപ്പോഴാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ഏകദേശം ഒരു 100-120 പേഷ്യൻസിന് റീഫണ്ടും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റെം സെൽ ആക്ടിവേഷൻ ആണ്. അതായത് നമ്മൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ അഡിപ്പോസ് ടിഷ്യൂന്ന് അതേ വയറ്റിന്ന് പഞ്ച് ബയോപ്സി വഴി ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്തിരുന്ന അത് ആക്ച്വലി FDA അപ്രൂവ്ഡ് അല്ല. അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ
ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. അതിനാണ് ഞാൻ വ്യക്തമായിട്ട് സ്റ്റെം സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ PRP എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ സംശയം വന്ന് ചോദിക്കാൻ. PRP പ്ലേറ്റ്ലെറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് പ്ലാസ്മയിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്യുക തിരിച്ച്. അപ്പോൾ PRP സെൻട്രിഫ്യൂഗേഷൻ ആണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെയിം ആണ്. നമ്മുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കും, ബ്ലഡ് 15 മില്ലി എടുക്കും. ഈ PRPയിൽ അവർ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതിലാണ്, EDTA അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റിൽ കളക്ട് ചെയ്യും. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആക്ച്വലി അത് ക്ലോട്ട് ആവണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ ഫൈബ്രിൻ എന്ന് പറയുന്ന സാധനം കൂടുതൽ വേണം. ഈ ഫൈബ്രിൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് സെൻട്രിഫ്യൂഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 times ആയി മാറുള്ളൂ. അതായത് 10 ലക്ഷത്തിനടുത്ത് പ്ലേറ്റ്ലെറ്റ്സ് വേണം. എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓർഗാനിക് സ്റ്റെം സെൽസ്, അതായത് പ്ലാന്റ് ബേസ്ഡ് ബൊട്ടാനിക്കലായിട്ടുള്ള ഓർഗാനിക് സ്റ്റെം സെൽസ് നമ്മൾ ആഡ് ചെയ്യും അതിൻ്റെ കൂടെ. അതെന്തിനാണെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു മൈക്രോ നീഡ്ലിംഗ് പോലെയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ടോറിൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സോസോംസ് യൂസ് ചെയ്യും. എക്സോസോം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്പെസിഫിക് ടാർഗറ്റിലോട്ട് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ മോളിക്യൂളാണ്. അപ്പോൾ എക്സോസോംസ് യൂസ് ചെയ്യും. പ്ലസ് നമ്മൾ വേറെ ചെയ്യുന്നത് എന്താ വെച്ചാൽ WNT, അതൊരു സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ WNT പാത്വേ സിഗ്നലിംഗ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എല്ലാ പ്രൊഡക്ട്സും DCGI സർട്ടിഫൈഡ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ FDA അല്ല അപ്രൂവ് ചെയ്യേണ്ടത്, DCGI ആണ് അപ്രൂവ് ചെയ്യുന്നത്. ഡ്രഗ് കൺട്രോളറിൻ്റെ DCGI ആണ്. അവർ കൺട്രോളർ എല്ലാം സർട്ടിഫൈ ചെയ്തതാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രൈക്കോസർ എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഫുൾ DCGI അപ്രൂവ്ഡും CDCSO സർട്ടിഫൈഡും ആണ്. അപ്പോൾ എൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പല ആൾക്കാർ പല ക്ലിനിക്കുകളിൽ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബയോട്ടിൻ PRP എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബയോട്ടിൻ മിക്സ് ചെയ്തിട്ട് PRP ആണ്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ FDA അപ്രൂവ് ചെയ്തിട്ട് DCGI അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്രൂവ് ചെയ്ത്, പക്ഷെ അതിന് വലിയ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും വരാനില്ല. അതുകൊണ്ടാണ് പിന്നെ കുഴപ്പമില്ലാതെ പോണത്. അപ്പം നമ്മൾ യൂസ്വലി മോഡിഫൈഡ് ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻസിന്. എല്ലാവർക്കും ഒരേപോലെ അല്ല, എല്ലാവരുടെ ശരീരം ഒരേപോലെ അല്ല. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടൈപ്പ് ഓഫ് ഹെയർ നോക്കും, അവരുടെ പാറ്റേൺ, അവരെല്ലാം മീൻസ് അവർക്ക് നമ്മളൊരു നീഡിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അത് ചില ആൾക്കാരിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും, ചില ആൾക്കാർ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സിറം ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനത്തെ കേസിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾക്ക് പുറത്തേക്ക് വിൽക്കില്ല അങ്ങനത്തെ സിറംസ്, പക്ഷേ എൻ്റെ പേഷ്യൻസിന് ഞാൻ സിറം മോഡിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ പിന്നെ നമ്മളെ ISROൻ്റെ സോമനാഥൻ സാറിൻ്റെ ടീമിലുള്ള ഹെഡായിട്ടുള്ള ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ സാർ വന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സ് കുറേ പേര് വന്ന് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ വരെ വന്ന്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നൊരു സർജൻ വരെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ മുഖ്യമന്ത്രിൻ്റെ IT സെൽ സെക്രട്ടറി അങ്ങനെ കുറേ ഹൈ ക്ലാസ് ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആക്ച്വലി. ഇഫ് ദേ ഫോളോ മീ, ഞാൻ എന്താ പറയണതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും റിസൾട്ട് വരും. അത് ഞാൻ ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ റിസൾട്ട് എല്ലാവർക്കും കിട്ടില്ല. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ട്രൈക്കോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഒരു ഫോളിക്കിളിന് എത്ര ഹെയർ വരുന്നുണ്ടോ, ഒരു ഫോളിക്കിളിന് ഒരു ഹെയറേ നിങ്ങൾക്ക് ടോട്ടൽ ഹെഡിൽ അവിടെ ഇവിടെ കേട്ടുള്ളൂ എങ്കിൽ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അത് ആദ്യം നമ്മൾ നോക്കിയിട്ട് പറയും. അതുകൊണ്ട് കാരണം റീഫണ്ട് കൊടുക്കുന്നതാണേ, പറഞ്ഞില്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ആദ്യം അത് നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ചീത്ത കേൾക്കാറുണ്ട്. കാരണം അവർ പറയും 18 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ വന്നിട്ട് ഇതാ ഡോക്ടറോടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അയാളെ 18,000 കളയുന്നേക്കാൾ നല്ല അയാൾ 18 മണിക്കൂർ. അതാ അങ്ങനെ. എനിക്കൊരു സംശയമാണ്, സാർ സിറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ ആദ്യം ബ്ലഡ് കളക്ട് ചെയ്യും. നിങ്ങൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് യൂഷ്വലി PRPയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അത് കമ്പയർ ചെയ്തിട്ട് പറയാം. PRPയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നേരെ ഒരു ആൻറ്റികോഗുലൻ്റ് ആഡ് ചെയ്യും. അത് യൂഷ്വലി അവർ സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ EDTA ആഡ് ചെയ്യുക. ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഡയറക്റ്റ് ബ്ലഡ് എടുക്കും, ആൻറ്റികോഗുലൻ്റ് ആഡ് ചെയ്യാതെ നമ്മൾ പാർട്ടാക്കും. അതായത് ഒരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ യൂഷ്വൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷനിലോട്ട് വിടും. വേറൊരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ എക്സോസോംസ് പ്ലസ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ബൊട്ടാനിക്കലായിട്ടുള്ള സ്റ്റെം സെൽസ്, ഓർഗാനിക് സ്റ്റെം സെൽസ്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും.
ഒരു പാർട്ട് ഓഫ് ബ്ലഡ്. ഓക്കെ. എന്നിട്ട് അത് അതിൻ്റെ പോലെ ഒരെണ്ണം ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒന്നും കൂടി സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. അതും RPM ഒക്കെ നമ്മൾ യൂഷ്വലി ഇതിനേക്കാളും എത്രയോ കൂടുതൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് 4 times. നമുക്കതാണ് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഫൈബ്രിനാണ്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ എന്നിട്ട് രണ്ടെണ്ണത്തിൽ നിന്നും കിട്ടിയ പ്ലാസ്മ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൈക്രോ നീഡ്ലിംഗ് വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതായത് ഡെർമിസിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ബ്ലഡ് വെസലിലോട്ടൊന്നും പോകണില്ല. അതുകൊണ്ടാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത്. പിന്നെ ഞാൻ പേഷ്യൻസിനോട് ഒരു കാര്യം പറയും, ടച്ച് വുഡ് ഒരാൾക്കും ഇന്നേ വരെ ഞങ്ങളവിടെ നിന്ന് ഒരു സൈഡ് എഫക്റ്റ് വന്നിട്ടില്ല. അത് ഇത്രയും 8000 പേഷ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ നമുക്ക് എല്ലാവരും ഫോട്ടോസ്, ഞങ്ങളെല്ലാവരും ഫോട്ടോസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഈ 8000 എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചിലും കൂടിയാണ്. ഞങ്ങൾക്ക് 2-3 ബ്രാഞ്ചാണ് ഉള്ളത്. കോഴിക്കോട് 2 ബ്രാഞ്ചുണ്ട്, കൊച്ചിയിൽ 1 ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ദൈവം സാധിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ. എന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് തിരിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ഞാൻ പറഞ്ഞ പോലെ വെസൽസിലോട്ടല്ല, അത് ജസ്റ്റ് ഡെർമിസിലാണ്. അതിന് മുന്നേ, ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രോസസ്സ് ചെയ്യും. എന്താ വെച്ചാൽ അവിടെ മെലാനിൻ എന്ന് പറയുന്ന സാധനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് NB-UVB ലൈറ്റ് ചെയ്യും. അത് കുറച്ച് നേരം അവിടെ ചെയ്തിട്ട് അവിടെ ഒരു മെലാനോജെൻസിസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് IR ഇൻഫ്രാറെഡ് ലൈറ്റ്, റെഡ് ലൈറ്റ് തെറാപ്പി അതും കൂടി ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഓവറോൾ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ് എപ്പിഡെർമൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ TED എന്ന് പറയും. അതിന് പറച്ചിൽ TED എന്നാണെങ്കിലും ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോഫാസിറ്റമിൻ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് ഓവറോൾ തലയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേക്കും. എന്നിട്ട് അവസാനത്തെ പ്രോസസ്സാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മൈക്രോ നീഡ്ലിംഗ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നമുക്ക് നമ്മളെ മൈറ്റോകോൺട്രിയൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും PP405 എന്ന് കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഹിറ്റായിട്ടുള്ള, അതിൻ്റെ അതേ മെക്കാനിസമാണ്. അതുവഴി നമ്മൾക്ക് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻസും എൻസൈംസും റിലീസ് ചെയ്യിപ്പിക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് മാത്രമായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ക്ലിനിക്കല്ല. ഇതെന്ന് മീൻസ് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, എല്ലാവർക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ അതിന് ഞങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് എല്ലാം ഉണ്ട്, അപ്പോൾ എന്താ വേറെ ക്ലിനിക്കുകൾ ചെയ്യാത്തത്? അതായത് ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യൂസ് ചെയ്യണ എല്ലാം DCGI സർട്ടിഫൈഡ് ആണ്. ബട്ട് നമ്മൾക്ക് ചെയ്യുന്നൊരു മെത്തേഡ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് നമ്മൾ അവിടെ വെച്ച് പിരിച്ചു വിടുന്നുണ്ട് പൈസ കൊടുത്തിട്ട്. അതായത് അവർ ചിലവാക്കിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതാണ്, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. പക്ഷെ അതൊരു വലിയതാണ്. ഇപ്പം എറണാകുളം ബ്രാഞ്ച് തുടങ്ങിയതിന് ശേഷം കുറേ ശത്രുക്കൾ കൂടിയിട്ടുണ്ട്. ഇപ്പം തന്നെ അവർ കുറേ എണ്ണം ഇങ്ങനെ യൂട്യൂബിൽ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ മൈൻഡ് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കിംഗ് ഡോഗ്സ് അവർ കഴിച്ചോളെ, എലിഫന്റ് വിൽ ഗോ എന്ന് പറയുന്ന പോലെ. ഓക്കെ സാർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സാർ, ഞാനിങ്ങനെ അറിയാതെ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു ഹെയർ ട്രാൻസ്പ്ലാന്റ്. സാർ തിരുത്തി, റീജനറേഷൻ ആണ്, ട്രാൻസ്പ്ലാന്റ് അല്ലെന്ന്. സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ട്രാൻസ്പ്ലാന്റിന് പകരം റീജനറേഷൻ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ സാർ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? അത് പൈസ എല്ലാം മാറ്റി വയ്ക്കുക. ഓക്കെ, പൈസേൻ്റെ കാര്യം, നമുക്ക് ഹെൽത്ത് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൈസേൻ്റെ കാര്യം മാറ്റി വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ നല്ല പ്രോസസ്സ് തന്നെയാണ്. അതിനെക്കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല, അതായത് നമ്മളെ കുറച്ചും കൂടി കാലം നിലനിൽക്കുന്ന ടൈപ്പ് ഓഫ് റിസൾട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടും. ദാറ്റ് ഈസ് എ ട്രൂ ഫാക്ട്. ബട്ട് ദ തിങ് ഈസ്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡോണർ ഏരിയ ബാക്കിൽ നിന്നാണ് എടുക്കുക. ആ ഏരിയ കേടാവാൻ ചാൻസ് ഉണ്ട് ബാക്കിൽ നിന്ന് എടുക്കുന്നത്. അതായത് അറ്റ് ദ എൻഡ് നമുക്ക് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ മാത്രമായിരിക്കും ഉണ്ടാവും. ബാക്കിയുള്ള ഹെയർ കുറച്ച് ഗ്രാജുവലി കുറച്ചും കൂടി ഫാസ്റ്റ് ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ, അതായത് ഒരു ആൾക്ക് 35 വയസ്സിൻ്റെ ഉള്ളിൽ, അറ്റ്ലീസ്റ്റ് ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ പരമാവധി ഒഴിവാക്കുക ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പൈസ എല്ലാവർക്കും പറഞ്ഞ ഭയങ്കര പൈസയാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട് ഇതിന്. ഇത് നോൺ ഇൻവേസീവ് അല്ല, ഇൻവേസീവാണ്, റിസ്ക് ഉണ്ട്. ഒരു മൂന്നാമത്തെ കേസ് എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ ചെയ്യുന്ന അധിക ഡോക്ടേഴ്സും ഡെന്റൽ ഡോക്ടേഴ്സ്. യെസ്, ദാറ്റ് ഈസ് എ വെരി കോൺട്രഡിക്ടറി ഫാക്ടറാണ്. എല്ലാ അധികം ഡെന്റിസ്റ്റുകൾ ഇവിടെ കുറെ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് നോ വൈ ആക്ച്വലി. ദ തിങ് ഈസ് ലൈക്ക് ദീസ് പീപ്പിൾ ആർ നോട്ട് ഹാവിങ് എനിത്തിങ് ടു ഡു ഓൺ ടീത്ത്. ഐ തിങ്ക് ദേ ആർ കമ്മിങ് ടു അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ ആയിട്ട് ഒരു MBBS ഉള്ള ആളായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്, ഈ പ്രൊസീജിയർ. But here technicians are doing, here dental doctors are doing. But the thing is like, I don't know why it is going on.
ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ദാറ്റ് ഇസ് എ ഫാക്ട് വിച്ച് എവരി വൺ നോ. ബിക്കോസ് ദേ കൻ ബി എന്താ അവർ നമുക്ക് ഒരു 25,000-30,000 രൂപയ്ക്ക് നിർത്താൻ പറ്റും. MBBS ആകുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കണം സാലറി, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ആകുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ നോ വൺ ഈസ് റെസ്പോൺസിബിൾ ആക്ച്വലി, ബിക്കോസ് ഹി ഈസ് നോട്ട് എ ആക്ച്വൽ ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പോലും കിട്ടില്ല. അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഇത് ഭയങ്കര സേഫ് ഒക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ പറയണുള്ളത് പറയണല്ലോ, അങ്ങനെ വളരെ റെയറായിട്ട് അങ്ങനെ കോംപ്ലിക്കേഷൻ വരുള്ളൂ. ഞാൻ പറയുന്നത് ഡോണർ ഏരിയ നിങ്ങൾക്ക് വൃത്തിയാക്കി, അതായത് ഫുള്ള് കൊളാക്കാതെ ഉള്ള ഏരിയ മാത്രം ഗ്രോത്ത് ആക്കി എടുക്കുകയാണെങ്കിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. 40 വയസ്സിൻ്റെ ഉള്ളിൽ. 40 വയസ്സിൻ്റെ ശേഷമാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ 2 ഭാഗത്ത് കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് SCT സ്റ്റെം സെല്ലിനെ കൊണ്ട് വലിയ കാര്യമില്ല, ഇവിടെ പെട്ടെന്ന് അടയും. അതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. അത് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ അതായിരിക്കണം. പിന്നെ ഞാൻ എൻ്റെ തലയിൽ ഇത് പരീക്ഷിച്ചതാണ്. എൻ്റെ അനിയൻ്റെ തലയിലും പരീക്ഷിച്ചതാണ്. എൻ്റെ തലയിൽ ഭയങ്കര ഹിറ്റായി. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ തലയിൽ ഇതാക്കിയെടുത്തല്ലോ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് തലയിൽ ഈ കഷണ്ടി അല്ലെങ്കിൽ ഹെയർ ഫോള് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ? ഒരിക്കലുമല്ല. നമുക്ക് വേണമെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ കഴിയുന്നതും പ്രിസർവ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാതെ തന്നെ കൊണ്ടുപോവുകയാണ് നല്ലത്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഹെയർ ഫോൾ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അത് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അത് കുറേയൊക്കെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ യൂട്യൂബിലും വീഡിയോസിലും അങ്ങനെ കുറേ സ്ഥലത്ത് ഇവർ മിനോക്സിഡിൽ അത് ഇതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവർക്ക് ജസ്റ്റ് 20 വയസ്സ് 22 വയസ്സാകുമ്പോൾ ഹെയർ ഫോൾ തുടങ്ങുമ്പോൾ ഇവരപ്പം തന്നെ പോയി ഓവർ ദ കൗണ്ടർ പോയിട്ട് മിനോക്സിഡിൽ വാങ്ങി യൂസ് ചെയ്ത് തലയിൽ തേക്കും. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 20-25 വയസ്സിൽ ഹെയർ ഫോൾ ഉണ്ടാവും. ആക്ച്വലി ദാറ്റ് ഈസ് ഷെഡിങ് ഫേസ് ഒരു വർഷത്തിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് 20 to 25 അത് ഉണ്ടാവും. അതിലൊന്നും ചെയ്യേണ്ട. ഇറ്റ് വിൽ ഗ്രോ ബാക്ക്. അത് തിരക്ക് പിടിച്ച് പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗ്രോ ബാക്ക്. ഇനിയിപ്പോൾ അത് ഗ്രോ ബാക്ക് ആവണില്ല, നിങ്ങൾക്ക് പേടിക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വലിച്ചു നോക്കുക. 6 മുടീൻ്റെ മുകളിലുണ്ടോ നോക്കുക. ഇവിടുന്ന് വലിക്കുക. 6 മുടീൻ്റെ മുകളിലുണ്ടോ നോക്കുക. വലിക്കുക. 6ന്റെ മുകളിലുണ്ടോ നോക്കുക. അങ്ങനെ 3 സ്ഥലത്തൊന്നും ഉണ്ടെങ്കിൽ മാത്രം അത് അലോപേഷ്യ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. സോ ഞാനിപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നേ പിന്നെയാണ് ഈ മുടി ഇങ്ങനെ ഭയങ്കര ഹെയർലെസ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കും മുടി കുഴിച്ച്. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ ഈ ഒരു ഏജിൽ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഏജിൽ യൂഷ്വലി പെൺകുട്ടികൾക്ക് അവർക്ക് വിറ്റാമിൻ D കുറവാവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ആൺകുട്ടികൾക്കും ഈ വിറ്റാമിൻ D കുറഞ്ഞാൽ വളരെയധികം ഹെയറിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ D3 എസ്പെഷ്യലി. അപ്പോൾ വിറ്റാമിൻ D ഒരു ഹെയർ ഫോൾ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 2 മാസം വെയിറ്റ് ചെയ്യുക. ഒരു കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ നോർമലി വന്നു എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഈ 2 മാസമായിട്ടും നിൽക്കണില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം പോയിട്ട് ഡോക്ടറെ കാണിക്കുക. ഇനിയിപ്പോൾ അഥവാ ഡോക്ടറെ കാണിക്കണില്ല എന്നാണെങ്കിൽ ഒന്ന് വിറ്റാമിൻ D എങ്കിലും ടെസ്റ്റ് ചെയ്യുക. വിറ്റാമിൻ D ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. TSH ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഏജിൽ എല്ലാവർക്കും വരുന്നതാണ്. ലേഡീസിന് ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെക്ക് ചെയ്യണം. PCOD. സാറിന് അറിയണ്ട കുറച്ചുകൂടി PCO പോയല്ലേ PCOD ഉണ്ടോ എന്നും കൂടി നോക്കാം. ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ട്രിഗർ ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാറ്റേൺ ഓഫ് കഷണ്ടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ഇവിടെയാണ് കൂടുതൽ കഷണ്ടി ആവുക. ഇങ്ങനെ കയറുന്നതിന് പകരം ഞാൻ പറയണ എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല, അധികം ആളുകൾക്ക് ഇവിടെയാണ് വരിക. അത് സെൻട്രിപിറ്റലായിട്ട്. എന്തുകൊണ്ടാ വെച്ചാൽ ജിമ്മിൽ പോണ ആൾക്കാർ കൂടുതലും മുട്ട കഴിക്കും, എഗ്ഗ്. ഈ എഗ്ഗ് നല്ലതാണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ബയോട്ടിൻ, എവരിതിങ്. ദാറ്റ്സ് ട്രൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം റോ എഗ് ഓർ ഹാഫ് ബോയിൽഡ് എഗ് ഓർ ഈവൻ ബോയിൽഡ് എഗ്, അല്ല അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ അവിഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എഗ്ഗ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ബയോട്ടിനോ അല്ലെങ്കിൽ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ബയോട്ടിൻ നമ്മൾക്ക് ഏറ്റവും മുടിക്ക് ആവശ്യമുള്ള വൈറ്റമിനാണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ പോയി ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്ററിൽ ഈ അവിഡിൻ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ബയോട്ടിനെ അവിടെ ആക്ച്വലി ബൈൻഡ് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കാര്യമില്ലാതെ. അതുകൊണ്ട് ഒന്നാമത് കുറേ മുട്ട കഴിക്കുമ്പോൾ ബോഡിയിൽ ബയോട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുട്ടേൻ്റെ അവിടെയും പോയിട്ട് ബൈൻഡ് ചെയ്യും, എസ്പെഷ്യലി ബോയിൽഡ്. അതിന് പകരം നിങ്ങൾ മറ്റേതാക്കി കഴിച്ചാൽ മതി. ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഹീറ്റിൽ ഇത് പ്രോട്ടീൻ ആണല്ലോ, പൊട്ടിപ്പോയി ഡീഗ്രേഡ് ആയി പോയിക്കോളും. അതൊരു ഫാക്റ്റാണ്. പിന്നെ വേറെ കുറേ അങ്ങനത്തെ ആളുകൾക്ക് ഈ നട്ട്സ് കൂടുതൽ കഴിക്കാൻ പാടില്ല.
സെലേനിയം എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ എല്ലാ നട്ട്സിലും ഉണ്ട്. സെലേനിയം കൂടിയാലും മുടി ഒഴിയും, കുറഞ്ഞാലും മുടി ഒഴിയും, അങ്ങനത്തെ ഒരു സാധനമാണ് സെലേനിയം. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ടെൻഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഭയങ്കര ഫാക്ടറാണ്. ഗ്രേയിങ്ങിനും ഭയങ്കര ഫാക്ടറാണ്. അതേപോലെ ഹെയർ ഫോളിനും ഏറ്റവും വലിയ ഫാക്ടറാണ് ഈ ടെൻഷൻ. അതേപോലെ കറക്റ്റ് ടൈമിന് ഉറങ്ങാതിരിക്കുക. അതായത് നിങ്ങൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവും. അതല്ല, നമ്മൾക്ക് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ കറക്റ്റ് ആയിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക സ്ട്രെയിറ്റനിങ് അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഡാമേജ് ആക്കി പോകാറുണ്ട്. പിന്നെ ഹെൽമെറ്റ് യൂസിലൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. അതിന് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈക്രോ ഫൈബർ ക്ലോത്ത് തലയിൽ വെക്കുക, എന്നിട്ട് ഹെൽമെറ്റ് വെക്കുക. അതാകുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനമാണ്, ബ്ലാക്ക് കളറുമാണ്, ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച ഒരു ഗോസ് തിയറം എന്ന് പറഞ്ഞ തിയറുണ്ട്, ഒരു സ്പിയറിൻ്റെ ഉള്ളിൽ ഹീറ്റ്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഹീറ്റ് പാസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കഷണ്ടിയാവും. അതിന് പകരം അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസുലേഷനാണ്, ഇൻസുലേറ്റ് പോയിക്കോളും. ചിലപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെള്ളം യൂസ് ചെയ്യണ വെള്ളം തലയിൽ ഒഴിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വെള്ളത്തിൽ. എന്താ വെച്ചാൽ, ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തുമൊക്കെയാണ് പോകുന്നതൊക്കെ, കോളേജിൽ പോകുമ്പോഴും വെള്ളത്തിനൊക്കെ മാറ്റം വരും. എസ്പെഷ്യലി നമ്മൾ കർണാടകയിലൊക്കെ പോകുകയാണെങ്കിൽ ഹാർഡ് വാട്ടർ ആയിരിക്കും കൂടുതലുണ്ടാവുക. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3-4 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ആലം എന്ന് പറയുന്ന സാധനം വാങ്ങാൻ കിട്ടും, ഫിറ്റ്കരി എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഒരു വെള്ളാരം കല്ല് പോലത്തെ സാധനം, അതിൻ്റെ ബോൾസ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ബോൾസ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ജസ്റ്റ് തലേദിവസം ഇട്ട് വയ്ക്കുക. അത് ഡീക്ലോറിനേറ്റ് ചെയ്യും, ഹാർഡ് വാട്ടറിനെ ബ്രേക്ക് ചെയ്യും, സോഫ്റ്റ് വാട്ടറാക്കി മാറ്റും. അത് അങ്ങനെ എന്നിട്ട് ആ വെള്ളം നമുക്ക് തലയിൽ യൂസ് ചെയ്യാം. ഡെയിലി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വാങ്ങണം, എല്ലാ ദിവസവും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ജസ്റ്റ് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുക. അതിലുള്ള സിട്രിക് ആസിഡും അസിറ്റിക് ആസിഡും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ ക്ലോറിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഡീക്ലോറിനേഷൻ നടക്കും. അങ്ങനെ നമുക്ക് ആ ഹാർഡ് വാട്ടറിലുള്ള ക്ലോറിനും പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ആക്കാൻ പറ്റും. അതൊരു ഫാക്ടറാണ്. ഇതൊക്കെ ശരിക്കും പ്രവാസികൾ യൂഷ്വലി ചെയ്യേണ്ട കാര്യമാണ്, ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ. കാരണം അവർക്ക് മെയിനായിട്ട് പോകുന്നത് വെള്ളം കാരണമാണ്. അവരിത് ചെയ്യുന്നില്ല, ഇത് അവർക്ക് അറിയൂല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഒന്നും വേണ്ട, നിങ്ങൾ തലേ ദിവസം പിടിച്ച് വെള്ളം അനക്കാതെ വെച്ചാൽ മതി. അങ്ങനെയും ഒരു 70 to 70% അപ്പോൾ ക്ലിയർ ആവും. ഡയറക്റ്റ് ആയിട്ട് അതായത് ഒരു ഡെപ്പോസിറ്റ് സെഡിമെന്റ് ആയി കിടക്കും. കുറേയൊക്കെ ഹാർഡാണല്ലോ വാട്ടർ, അപ്പോൾ ജസ്റ്റ് അടിയിൽ പോയി കിടക്കും അതിൻ്റെ പാർട്ടിക്കിൾസ്. മുകളിൽ ടോപ്പ് എടുത്ത് കുടിക്കുക. പിന്നെ അതൊന്നും വേണ്ട, ഒരു 1000 രൂപ മുടക്കി നമുക്ക് 12 സ്റ്റേജ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് പൈപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷവറിലോ കണക്ട് ചെയ്യാം. നല്ല അടിപൊളി വെള്ളമായിട്ട് വരും. അത് മാസം മാറ്റേണ്ടി വരും എന്ന് പറയും. ഒരു 1000 രൂപ മാസം ചിലവാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ സാറ് നേരത്തെ പറഞ്ഞു ഇതിന് സൈഡ് എഫക്ട്സ് തീരെ ഇല്ലെന്ന്. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ സൈഡ് എഫക്ട്സ് തീരെ ഇല്ല എന്ന് പറയണത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇതിനൊരു എന്താ പറയുക അനാഫൈലാക്സിസോ അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷൻസ് വരണില്ല. കാരണം അലർജിക് റിയാക്ഷൻസ് വരാത്ത എന്താ വെച്ചാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഈസ്നോഫിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുക. പക്ഷേ മൂന്നാമത്തെ കാര്യം, പെയിൻ ഇതിന് PRPനേക്കാളും GFCനേക്കാളും കൂടുതലാണ്. അതായത് അറ്റ് ദ ടൈം ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാവും, അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും. അതിപ്പോൾ നമ്മള് മറ്റേ ലിഗ്നോകൈൻ വെച്ചിട്ട് ഇഞ്ചക്ഷൻ തരിപ്പിക്കും, എന്നാൽ പോലും കുറച്ച് വേദന ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതെ, ആ വേദന സഹിച്ചാൽ മുടി വരും. കുറച്ചൊന്നും ഇല്ലാതെ നേടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഒരു ഇതുണ്ട്. അത് പിന്നെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ നീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഈ കൈല എന്ന് പറയും, നമുക്ക് ഈ ലിംഫ് നോഡ്, അത് ജസ്റ്റ് 2-3 ദിവസം ചിലപ്പോൾ ഒന്ന് ബൾജായിട്ട് ഇരിക്കും. വളരെ റെയറായിട്ട്. അല്ലാതെ ഞാൻ ഇത് പറയുന്നത് ആക്ച്വലി ഒരു തിയറിറ്റിക്കൽ ബേസിലല്ല, ഫ്രം മൈ എക്സ്പീരിയൻസ് I'm telling from everything I'm telling from my experience. Okay sir. That's the thing. Like ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാനിപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ എല്ലാവരോടും ഇത് എടുക്കണം അതിന് പകരം എന്നല്ല പറയുന്നത്. ഓൾവേസ്
ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് മച്ച് സുപ്പീരിയർ ദാൻ ദിസ് ഓക്കെ. ഡെഫിനറ്റ്ലി. ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ലൈൻ കറക്റ്റായിട്ട് കിട്ടും. ബട്ട് ഇഫ് അറ്റ് ഓൾ യു ആർ ഹാവിങ് മണി ഷോർട്ടേജ്, അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ നിങ്ങൾ യങ് ആണ്, വെറുതെ ഇപ്പം തന്നെ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മീൻസ് നല്ല സ്ഥലത്തു നിന്നൊന്നും ചെയ്തില്ലെങ്കിൽ ആകെ കൊളാവും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ ഹെയറിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ടി വരും. നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊരു 40 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഇത് ചെയ്യുകയാണെങ്കിലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞാൽ, നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 സിറ്റിംഗ് ഒരു ബൂസ്റ്റർ കൊടുക്കുക. ഈ 2 സിറ്റിംഗ് ഒരു ബൂസ്റ്ററും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വെറും 1000 രൂപ, SCT ചെയ്ത ആളുകളാണെങ്കിൽ വെറും 1000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഇവർക്ക് വന്ന് ബൂസ്റ്റ് ഒരു ഡോസ് എടുക്കാൻ പറ്റും. അത് മാത്രം മതി, ലൈഫ് ലോങ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ വരുന്നത് ഇത് പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇനിയിപ്പോൾ ഇഫ് അറ്റ് ഓൾ അവർക്ക് മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം, ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് മുടി ഒഴിച്ചിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ജസ്റ്റ് വരെ ബൂസ്റ്റർ എടുക്കുക, 1000 രൂപ ചിലവാവുള്ളൂ, കഴിഞ്ഞു. ആ കൊല്ലം ഒന്നും നോക്കണ്ട, മനസ്സിലായില്ലേ? അത് ഞങ്ങൾ നമ്മുടെ SCT ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുന്നൊരു ഇതാണ്. അതായത് നമുക്കപ്പോൾ പേഷ്യൻറ്റിനായിട്ടുള്ളൊരു ബോണ്ട് കൂടുതലായിരിക്കും. കുറേ കാലം അവർ മരിക്കുന്നവരെ അങ്ങനത്തെ ഒരു ഇതിൽ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മളെ ഒരു ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും, ഓരോ ഓവർ ദ എത്ര ഇയേഴ്സ് എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ. ഓക്കെ സർ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി ലൈക്ക് ലാസ്റ്റ് തിങ് ടു സേ ടു അവർ ഓഡിയൻസ്, അതായത് എന്തെങ്കിലും സാറിന് അതായത് ഓഡിയൻസിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും കുറേ ഡോക്ടറാണ് എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ആക്ച്വലി ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ദേ ആർ ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ്. ബട്ട് ദേ ആർ ആധികാരികമായി അവർക്ക് അറിയാത്ത കാര്യം പറയും, പൊട്ടത്തരങ്ങൾ കുറേ പറയും. ഇതും കേട്ട ആളുകൾ പോയി അയച്ചാൽ. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഏതൊരു ക്ലിനിക്ക് എടുക്കാലും അവിടെ ഈ പറയുന്ന ആളുകളെല്ലാം നോക്കണ്ടേ. ആക്ച്വലി യു ഹാവ് ടു വിസിറ്റ് ദ ക്ലിനിക്, യു ഹാവ് ടു സീ ദ പേഷ്യൻറ്റ്. അവിടെ ചെയ്ത ആളുകളെ നമ്മൾ ഏത് ക്ലിനിക്കിനോടും, ഞങ്ങളെ ക്ലിനിക്കിനോട് ഇപ്പോൾ ചോദിച്ചു നോക്കാം, പ്രീവിയസ് ആളെ നമ്പർ കുറച്ചെണ്ണം തരുമോ? നമ്മൾ നമ്പർ മാത്രമല്ല അഡ്രസ്സും കൊടുക്കും. അവരോട് ചോദിച്ചു, അത് കൺസെൻറ്റ്, അവരുടെ കൺസെൻറ്റിൽ കേട്ടോ, അത് നമ്മൾ കൊടുക്കും. കാരണം അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരോട് നമ്മൾ ചോദിക്കും, കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഓക്കെ പറയണമെങ്കിൽ കൊടുക്കും. ഇവർക്ക് പോയി അന്വേഷിക്കാം, കാരണം അതാണ് വേണ്ടത്. അല്ലാതെ നമുക്കിപ്പോൾ ഏജൻസ് കുറേ ആൾക്കാർ അങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് മാസമായിട്ടുള്ള ഒരു ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റും. കുറേ ടീമുകൾക്ക് അവർ അടുപ്പിച്ച് പാറ്റേണിൽ മാനിപ്പുലേറ്റീവ് കമൻസ് ഇടും. അപ്പോൾ അത് കാണുന്ന എല്ലാവരും വിചാരിക്കും, ഓ മോശമാണ്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ആക്ച്വലി അവിടെ ചെയ്ത പേഷ്യൻസ്, അല്ലെങ്കിൽ ആക്ച്വലി അവിടെ ഉള്ള പേഷ്യൻസിനെ ഫോം വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്കെല്ലാം മുടി വന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോസ് വെച്ചിരും, അതിലും കാര്യമില്ല. നേരിട്ട് പോയി കാണാം. അത് നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അയൽപ്പക്കത്തെ ആളോട് ചോദിക്കായിരുന്നു, ഇയാൾക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നു ചോദിക്കാലോ. അപ്പോൾ നമുക്ക് വിശ്വാസം, ഇപ്പം മുടി ഉണ്ട്, അപ്പോൾ പണ്ട് മുടിയില്ലാത്ത ആളായിരുന്നു മുടി ഉണ്ട് എന്ന് പറയാറ്. അങ്ങനെ ഇത്. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയണത് എന്താ വെച്ചാൽ, ഈ ലോ കോസ്റ്റിൽ 8500 rupees പെർ സെഷൻ, മാക്സിമം 10,000 പെർ സെഷനേ വന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ 3 സെഷൻ 8500 വെച്ചിട്ട് 2 സെഷന് ചാർജ് ചെയ്യുന്നുണ്ട്, 3ാമത്തെ സെഷൻ ഫ്രീ ആണ്. പ്ലസ് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫുൾ റീഫണ്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫ്രീ ആയിട്ട് SCT ഒന്ന് ചെയ്ത് കൊടുക്കും. എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ 7 to 8 months, എന്നിട്ട് മാറ്റില്ലെങ്കിൽ ഫുള്ളല്ല 85% നമുക്ക് ചിലവായ സാധനങ്ങൾ നീരില്ല പൈസക്ക്. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. ശത്രുക്കൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പേഷ്യന്റ് ഫ്രണ്ട്ലി ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കുറച്ചായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് പേഷ്യന്റ് ആണ്. ഭയങ്കര തിരക്കാണ്, ഞങ്ങളുടെ ക്ലിനിക്കിൽ ഭയങ്കര തിരക്കാണ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പേഷ്യൻസ് കംപ്ലൈന്റ് പറയണമെന്ന് വെച്ചാൽ അവർക്ക് വെയിറ്റിംഗ്. ഇവിടെയൊക്കെ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം അവിടെ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ്. ഈവൻ ഞങ്ങൾക്ക് ഇന്ത്യൻ റെസിഡൻസ് അല്ലാത്ത ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്, ലൈക്ക് മാൽദീവ്സിൽ നിന്ന്. അപ്പോൾ മാൽദീവ്സിന് വന്ന ആളെ രസം എന്താ വെച്ചാൽ, അയാൾ വന്നു, അയാൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പം ഞാനത് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ആകപ്പാടെ ചൂടായി എന്നോട്. പിന്നെ ഞാൻ അയാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ റിസൾട്ട് വന്നാൽ പൈസ തന്നാൽ മതി. കാരണം ഇവിടെ വരെ വന്നതല്ലേ, ചെയ്ത് വെറുതെ വിടാമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ, അതായത് നിങ്ങൾക്ക് റിസൾട്ട് വന്നോ? ഇല്ല, അയാൾക്ക് വന്നിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല, എന്തായെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതങ്ങനെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ
പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ പ്രത്യേകത ഉണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയത് അത് ഒരു പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതെങ്ങനെ റാൻഡം ആയിട്ട്? അതിനൊരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്താ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റ് അയാളെ ഫേസ് കാണിക്കണം, വീഡിയോസ് എടുക്കാൻ സമ്മതിക്കണം. അതേപോലെ 15 ഡേയ്സ് ആകുമ്പോൾ അയാൾ ഫോട്ടോസ് എനിക്ക് അയച്ചു തരണം, വീഡിയോസ് അയച്ചു തരണം. അത് ഞാൻ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യും. അത് സമ്മതിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. കാരണം ഒരു മാസം ഒരാൾക്കേ ചെയ്യുള്ളൂ. ഒരു മാസം ഒരാൾക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ ഇപ്പൊ തന്നെ ഫുള്ള് ബുക്ക് ആയിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഈ സ്റ്റുഡൻസ് ആണെങ്കിൽ, നേഴ്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സ്, അല്ലെങ്കിൽ പട്ടാളക്കാർ, ഇവർക്കൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. സെലിബ്രിറ്റീസിനല്ല. നിങ്ങൾക്ക് സെലിബ്രിറ്റീസ് ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് പരസ്യത്തിന് ഉപയോഗിക്കാം. അതിങ്ങനെ ഓക്കെ. പക്ഷെ ട്രീറ്റ്മെന്റ് പറഞ്ഞ് അവർ വായുന്ന ഒരാൾ കേട്ടിട്ട് പോലെ വളരെ കുറവായിരിക്കും. ഇവരാരോടും പറയൂല. അതിനൊക്കെ നല്ലത് സാധാരണക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരോടും പറഞ്ഞോളൂ അറ്റ്ലീസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഓക്കെ. ഓൾസോ വൺ മോർ തിങ് ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഒരുപാട് ഹേറ്റ് കമൻസ് അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് ഫേക്കായിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ എതിരെ പറയുന്നതും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ എതിർക്കുന്നത്? ഈ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഫേക്ക് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർക്ക് എതിരെ ക്രിമിനൽ കേസ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ഫേക്ക് അല്ല, ഫേക്ക് അല്ല, എന്താ വിചാരിക്കുക? പെട്ടെന്ന് ചെറിയൊരു സംശയമാണോ? ടെൻഷനാവും. എന്താണ് കേസ്? എന്താ കേസ് അറിയോ? ഞാൻ 3rd ഇയർ MBBS പഠിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ജൂനിയറിനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെക്കനെ റാഗ് ചെയ്തു. ആ റാഗിങ്ങിൽ റാഗിങ് ഭയങ്കര കേസായിരുന്നു വന്നത്. ആ റാഗിങ്ങിൽ ഞങ്ങൾ കേസായി. ഞങ്ങൾക്ക് അങ്ങനെ അന്ന് സസ്പെൻഷൻ കിട്ടി. ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതാണ് കേസ്. പക്ഷെ അത് പറയൂല. ക്രിമിനൽ കേസ് ഉണ്ട് ആ ഡോക്ടർക്കെതിരെ. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ഫോനെ ഭയങ്കരമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, റീഫണ്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് റിസൾട്ട് ഇല്ലാതെ ഒരാൾക്കും റീഫണ്ട് കിട്ടാതിരുന്നിട്ടില്ല. ഇനി ആരെങ്കിലും വന്നിട്ട് റീഫണ്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി അല്ല, സ്റ്റെം സെൽ ആക്ടിവേഷനാണ് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്. കാരണം ഇത്ര ചിന്തിച്ചാൽ മതി. എൻ്റെ അടുത്ത് വന്ന് ഏകദേശം ഒരു 200-250 മുകളിൽ MBBS MD ഉള്ള ഡോക്ടേഴ്സ് വന്ന് ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റായിട്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് വെരി സീനിയർ ഡോക്ടേഴ്സ്. ഭയങ്കര സീനിയർ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എണീച്ചിക്കേണ്ട ടൈപ്പ് ഓഫ് സീനിയേഴ്സ്, HODs ഒക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. ഇവരെക്കാളും ബുദ്ധി ഉണ്ടാവുമോ ഈ പറയുന്ന ഫേക്ക് കമൻസ് ഇടുന്ന ആൾക്കാർക്ക്? ഇല്ലല്ലോ. They are the experts in this field and they came to me for treatment and they are very much satisfied. ആൻഡ് ഓൾസോ ലൈക്ക് ഒരു കളക്ടർ ഒരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു സ്ഥലത്തേക്ക് ട്രീറ്റ്മെൻറ്റ് പോകുക, ഒന്നും അന്വേഷിക്കാതെ പോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതാണ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പറ്റില്ല. അവർ ജസ്റ്റ് അതിനെ പറ്റിയ എല്ലാം അന്വേഷിച്ചിട്ടേ പോകുള്ളൂ. കാരണം തലയാണ് ബേസിക്കലി തല കൊടുക്കുന്ന കേസാണ്. അങ്ങനെ പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ച് ജെന്യുവനായിട്ടുള്ള ആളുകളെ മാത്രം അഭിപ്രായം കേൾക്കുക. ഈ പേര് പോലും ഇല്ലാത്ത ആളുകളാണ് യൂട്യൂബിൽ വന്ന് കമൻ്റ് ഇടുന്നത്. പേരുള്ള ആളുകളെ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ചേട്ടാ നമ്പർ ഒന്ന് തരുമെന്നാണ്. എന്നിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. ചേട്ടന് റിസൾട്ട് ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ചോദിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവരുടെ വീഡിയോസിലൊക്കെ ചില ആളുകളുടെ വീഡിയോസിൽ ഈ ഹെയ്റ്റ് കമൻസ് D-Lab പോയി എനിക്ക് റീഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളിപ്പോൾ ഈ ഇട്ട സമയത്ത് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ 17 നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 20 തരാൻ റെഡിയാണ്, എടുത്ത് പോയിക്കോളൂ. പക്ഷെ ഒരാൾ വരില്ല. അതെന്തുകൊണ്ടാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർ വരുന്നില്ല പൈസ വാങ്ങാൻ? എന്നാൽ പിന്നെ വന്നില്ല, റിസൾട്ട് വന്നില്ല, അവർ പൈസ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ വന്ന് പൈസ വാങ്ങണ്ടേ? അങ്ങനെ ഒരു 3-4 പേരുണ്ട്. അതൊരു അജണ്ട ക്രിയേഷൻ. ഡെഫിനറ്റ്ലി ഞാനിതൊക്കെ മീൻസ് മുന്നിൽ കണ്ടു തന്നെയാണ് ഇതിൽ ഇറങ്ങിയത്. കാരണം വെച്ചാൽ ദിസ് ഈസ് വെരി പല ക്ലിനിക്കുകളും ഗുണ്ടകളെ വരെ വിട്ടിട്ട് തീരുമാനമാക്കുന്ന കേസുകൾ വരെ ഉണ്ട് അങ്ങനത്തെ. അതുകൊണ്ട് നമുക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയാ വല്ലാത്തൊരു മാർക്കറ്റാണിത്. പക്ഷേ മോണോപ്പൊളി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏകദേശം ഞങ്ങൾക്ക് ഒരു മാസം ഇത് ചെയ്യാൻ, ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ 300 to 400 പേഷ്യൻസ് ഒരു മാസം വരും വിത്ത് റെക്കോർഡ് ചേമ്പറിന്. ഈ 300 to 400 പേഷ്യൻസിൽ ഒരു 100 പേഷ്യൻസ് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചിന്തിച്ചിരിക്കുന്നതായിരിക്കും. അത് മാറ്റിയിട്ടാണ് അവർ ഇതിന് വരുന്നത്. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ മിനിമം ഒന്ന് കൺസിഡർ ചെയ്യുക 1 ലക്ഷം ആവുമെന്ന്. 70,000 കൂട്ടിക്കോ.
അപ്പോൾ ഈ 100 ആൾക്കാർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയോ 7 കോടി രൂപയോ. ഓക്കെ. ആ 7 കോടിയാണ് മാസം മാസം ഇവർക്ക് നഷ്ടപ്പെടുന്നത്. ആലോചിക്കുമ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. എന്തായാലും അങ്ങനെയാ. അതാണ് എൻ്റെ ഒരു ഇത്, മനസ്സിലായില്ലേ? ഓക്കെ.